ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ശ്രദ്ധേയയായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ. ഇവർ ഷോയിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞത് മുതൽ മികച്ചൊരു മത്സരാർത്ഥിയാകുമെന്ന് ഏവരും വിധിയെഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രേക്ഷക പ്രീതി നേടുന്നതിനേക്കാൾ ഏറെ വിമർശനമായിരുന്നു ജാസ്മിന് ലഭിച്ചത്. ഗബ്രിയുമായുള്ള കൂട്ടുകെട്ടായിരുന്നു ഇതിനു കാരണം. ഗബ്രി ഷോയിൽ നിന്നും പുറത്തായ ശേഷം വീണ്ടും പഴയ രീതിയിൽ കളിച്ചു വരുന്ന ജാസ്മിനെ കാണുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ച് വോട്ട് പിടിക്കാൻ ശ്രമം നടത്തിയെന്നതാണ് പ്രേക്ഷകർക്കിടയിൽ ജാസ്മിനെ നെഗറ്റീവാക്കിയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് എത്തിയത്. എന്നാൽ അതെല്ലാം മറന്ന് മറ്റൊരു പെരുമാറ്റമാണ് താരം പിന്നീട് കാഴ്ചവെച്ചത്. ഗബ്രിയുമായി ജാസ്മിൻ കൂടുതൽ അടുത്തതോടെ പുറത്ത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ എന്ന വ്യക്തി വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിന്റെ ഭാഗമായി മകളെ കാണാൻ ഹൗസിലേക്ക് വന്ന ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും ജാസ്മിനെ മാത്രമല്ല പ്രേക്ഷകരെയും ആശ്ചര്യപ്പെടുത്തി. അതിലൊന്ന് അഫ്സലാണ് തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്നായിരുന്നു. കൂടാതെ അഫ്സൽ നൽകിയെന്ന് പറയപ്പെടുന്ന പാവയാണ് ജാസ്മിന്റെ മാതാപിതാക്കൾ ഹൗസിൽ എത്തിയത്. മാതാപിതാക്കൾ പോകാൻ നേരം അഫ്സലിനോട് തന്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജാസ്മിന്റെ വിവാഹമുണ്ടാവുമോ എന്ന തരത്തിലാണ് മാതാപിതാക്കൾ സംസാരിച്ചത്. ജാസ്മിൻ ഗബ്രിയോട് ഹൗസിനുള്ളിൽ വെച്ച് പ്രണയം പങ്കിട്ടുവെങ്കിലും ഗബ്രി അത് അപ്പോൾ തന്നെ നിരസിച്ചിരുന്നു. ജാസ്മിനെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് ഗബ്രി പറഞ്ഞത്. കൈപിടിച്ചതും ചുംബിച്ചതുമെല്ലാം ഒരു സുഹൃത്ത് എന്ന രീതിയിലാണെന്നും ഗബ്രി പറഞ്ഞിരുന്നു. എവിറ്റായി പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇത് തന്നെയാണ് ഗബ്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഫാമിലി വീക്ക് പൂർത്തിയായ ശേഷം ജാസ്മിൻ, അഭിഷേക്, ജിൻഡോ, ഋഷി എന്നിവരെല്ലാം കൂടി ചേർന്നിരുന്ന് നടത്തിയ ചില സംഭാഷണങ്ങളാണ് വൈറലാവുന്നത്. അതിനിടയിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കവേ തൻ്റെ സ്വഭാവമുള്ള ആളെ താൻ കല്യാണം കഴിക്കില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. തനിക്ക് പരിചയമുള്ള ചിലരുണ്ടെന്നും അവർ ജാസ്മിന് നല്ല മാച്ചാണെന്നും അപ്പോൾ ജിൻഡോ പറയുന്നുമുണ്ട്. എനിക്ക് അറിയാവുന്ന 2-3 ആളുകളുണ്ട്, ചങ്ക് ബ്രോസ്. അവരൊക്കെ വേറെ ലെവലാണ് മോനെ. ജാസ്മിന്റെ ലെവലിൽ പിടിക്കാൻ പറ്റിയ ആളാണ് എന്നാണ് ജിൻഡോ പറഞ്ഞത്. എന്നാൽ ഏത് ലെവലിൽ ഉള്ളയാളാണെങ്കിലും തനിക്ക് വേണ്ടെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. എൻ്റെ സ്വഭാവമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല. എൻ്റെ ഈ കോണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ വിചാരിച്ചത് അഭിഷേകിനെ കല്യാണം കഴിക്കാമെന്നാണ് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം നായ നക്കി എന്നായിരുന്നു അഭിഷേകിൻ്റെ കൗണ്ടർ. ഉടൻ എന്താണ് തനിക്ക് കുറവ് എന്നാണ് അഭിഷേകിനോട് ജാസ്മിൻ ചോദിച്ചത്. കുറവേ ഉള്ളൂ എന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി. ഇരുവരുടെയും സംഭാഷണത്തിന്റെ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞിരിക്കുന്നു. ഗബ്രി പുറത്തായതിനു ശേഷമാണ് സഹമത്സരാർത്ഥികളുമായി സംസാരിക്കാനും ഇടപഴകാനും ജാസ്മിൻ സമയം കണ്ടെത്തി തുടങ്ങിയത്. അതിനു മുമ്പ് ഗബ്രിക്കൊപ്പം മാത്രമായിരുന്നു ജാസ്മിന്റെ സംസാരം. അതുകൊണ്ട് സഹമത്സരാർത്ഥികൾക്കും ജാസ്മിനും ഗബ്രിയും അപരിചിതരായ 2 പേരായിരുന്നു.